ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റ് ആയി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 14ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഈഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. ഈഡിയംസ് ആൻഡ് ഫ്രേസസ്, നമുക്ക് കുറച്ച് ഈഡിയംസ് ആൻഡ് ഫ്രേസസ് നമുക്ക് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് നോക്കുകയാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് കൂടുതലും ഈ റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും സ്റ്റൈൽ വരുത്താൻ വേണ്ടി പറയുന്നതാണ് ഈഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്നത്. അതായത് ഇത് കുറച്ച് വേർഡ്സ് ഉണ്ടാവും, ഒരു നമ്പർ ഓഫ് വേർഡ്സ്, 3-4 വേർഡ്സ് ഉണ്ടാവും. അതിൽ പക്ഷേ ആ വേർഡ് മീനിങ് കറക്റ്റായിട്ടല്ല വരിക. വേർഡ് മീനിങ് അനുസരിച്ചല്ല നമ്മൾ അതിൻ്റെ അർത്ഥം പറയുക. അതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേക അർത്ഥം അതിനുണ്ടാവും. അത്രയും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരുമിച്ച് ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു അർത്ഥം വരും. അതിനെയാണ് നമ്മൾ ഈഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്നത്. നമുക്കിനി താഴോട്ട് പഠിക്കുമ്പോഴത്തേന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്ലിയർ ആണോ? ഇനി നോക്കൂ, ഫസ്റ്റ് ഈഡിയംസ്. ദ ബോൾ ഈസ് ഇൻ സമ്മൺസ് കോട്ട് എന്ന് പറഞ്ഞാൽ ദ ബോൾ ഈസ് ഇൻ സമ്മൺസ് കോട്ട്. സമ്മൺസ് കോട്ട് എന്ന് പറയുമ്പം യുവർ കോട്ടോ മൈ കോട്ടോ ഹിസ് കോട്ടോ എന്ന് പറയാം. അതാണ് സമ്മൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം എല്ലാം പറയാം. ഇപ്പം നമ്മൾ കൂടുതലും യുവർ കോട്ട് അല്ലെങ്കിൽ മൈ കോട്ട് എന്നാണ് പറയുക. ക്ലിയർ ആണ്? അല്ലെങ്കിൽ ഹിസ് കോട്ട് എന്ന് പറയും. ദ ബോൾ ഈസ് ഇൻ യുവർ കോട്ട് എന്ന് പറയാം ഇപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? ബോള് നിങ്ങളുടെ കോട്ടിലാണ്. അതിനർത്ഥം എന്താ? ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം യുവർ കോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കോട്ടിൽ ബോൾ. അതിനർത്ഥം ആ ബോൾ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നല്ല അതിനർത്ഥം വരിക, അല്ലേ? എനിക്ക് അതിന് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഇങ്ങ് നോക്കിക്കോളൂ. ഇറ്റ് ഈസ് അപ് ടു യു ടു മേക്ക് ദ നെക്സ്റ്റ് ഡിസിഷൻ. അതായത് എൻ്റെ കയ്യിൽ ബോൾ ഉണ്ടെങ്കിൽ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. എന്നാലും ഇത് നമുക്ക് ഈസിയാണ്. ഇത് നമുക്ക് ബോൾ ഈസ് ഇൻ യുവർ കോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കോട്ടിൽ ബോളാണെങ്കിൽ എനിക്ക് ആർക്ക് വേണമെങ്കിലും എറിഞ്ഞു കൊടുക്കാം. അപ്പം അടുത്ത ഡിസിഷൻ, ഈ ബോൾ എറിയേണ്ട ഡിസിഷൻ എനിക്കല്ലേ, അപ്പം എനിക്ക് അടുത്ത ഡിസിഷൻ എടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു യുവർ കോട്ടാണെങ്കിൽ നിനക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും, മൈ കോട്ടാണെങ്കിൽ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇറ്റ് ഈസ് അപ് ടു യു ടു മേക്ക് ദ നെക്സ്റ്റ് ഡിസിഷൻ. അതായത് അടുത്ത ഡിസിഷൻ ആർക്കാണോ എടുക്കാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ദ ബോൾ ഈസ് ഇൻ സമ്മൺസ് കോട്ട് എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾസ് നോക്കിക്കോളൂ. വി ഡിഡ് അവർ ബെസ്റ്റ് ആൻഡ് നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോട്ട്. നോക്കൂ, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനി നീയാണ് അടുത്ത ഡിസിഷൻ എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? വി ഡിഡ് അവർ ബെസ്റ്റ് ആൻഡ് നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോട്ട്. ക്ലിയർ ആയോ? അടുത്തത്, I have given her my suggestion and now the ball is in her court. നോക്കൂ, ഇവിടെ നോക്കൂ, ഞാൻ എൻ്റെ സജഷൻ കൊടുത്തു കഴിഞ്ഞു, ഇനി അവളാണ് അടുത്ത ഡിസിഷൻ എടുക്കേണ്ടത്. അതിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? ദ ബോൾ ഈസ് ഇൻ ഹെർ കോട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവളാണ് അടുത്ത ഡിസിഷൻ എടുക്കേണ്ടതെന്നാണ് അർത്ഥം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബീൻസ് സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താ? കളയുക അല്ലേ? അപ്പം ഇവിടെ അർത്ഥം അത് വെച്ചിട്ട് നമുക്ക് ഒരർത്ഥം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അർത്ഥം ടു റിവീൽ എ സീക്രട്ട് എന്നാണ്. ബീൻസ് സ്പില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ബീൻസ് നമ്മൾ ഈ സ്പില്ല് ചെയ്തു എന്ന് പറയുന്നതിനെ നമുക്ക് ടു റിവീൽ എ സീക്രട്ട് എന്ന് പറയാം. മനസ്സിലായോ? ടു റിവീൽ എ സീക്രട്ട്. നോക്കിക്കോളൂ. ദേ സ്പിൽഡ് ദ ബീൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോയ്. ആ കുട്ടിയുടെ മുൻപിൽ അവരുടെ സീക്രട്ട് റിവീൽ ചെയ്തു. മനസ്സിലായോ? ആ കുട്ടിയുടെ മുമ്പേ അവർ ആ സീക്രട്ട് റിവീൽ ചെയ്തു. ക്ലിയർ ആണോ? ഇനി, ഐ ഡോണ്ട് ഹാവ് കോണ്ടാക്ട് വിത്ത് ഹിസ് അതർ സ്റ്റാഫ് ടു സ്പിൽ ദ ബീൻസ്. എന്താ? എനിക്ക് അവൻ്റെ മറ്റ് സ്റ്റാഫുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? എൻ്റെ അടുത്ത് അവരും അതർ സ്റ്റാഫിൻ്റെ കോണ്ടാക്റ്റ്, അവൻ്റെ അതർ സ്റ്റാഫിൻ്റെ വേറെ സ്റ്റാഫുകളുടെ കോണ്ടാക്റ്റ് എൻ്റെ അടുത്തില്ല. അപ്പം എനിക്ക് സീക്രട്ട് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? ഐ ഡോണ്ട് ഹാവ് കോണ്ടാക്ട് വിത്ത് ഹിസ് അതർ സ്റ്റാഫ് ടു സ്പിൽ ദ ബീൻസ്. ക്ലിയർ ആണല്ലോ? ഇനി മൂന്നാമത്തെ, പുൾ സമ്മൺസ് ലെഗ്. ഇവിടെ നോക്കൂ, പുൾ യുവർ ലെഗ്, ഹിസ് ലെഗ്, മൈ ലെഗ് എന്ന് പറയാം. വേറൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് മൈ ലെഗ് എന്ന് പറയാം. നമ്മൾ കാല് പിടിച്ച് വലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? നോക്കൂ, ടു പ്ലേ എ പ്രാക്ടിക്കൽ ജോക്ക് ഓർ ടു ടീസ് സമ്മൺ. നമ്മൾ കളിയാക്കത്തില്ലേ, അതിനെയാണ് കാല് വാരലിടാന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്താ വരിക? പുൾ സമ്മൺസ് ലെഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ? തമാശ പറയുക, അല്ലെങ്കിൽ കളി പറയുക, ടീസ് ചെയ്യുക, കളിയാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരിക. ക്ലിയർ ആണോ? ഇനി എക്സാമ്പിൾസ് നോക്കൂ.
ഹി ഹാസ് ജസ്റ്റ് പുള്ളിങ് യുവർ ലെഗ് ബൈ സെയിങ് ഹി വോൺ ദ ലോട്ടറി. അവൻ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കുകയാണ്. മനസ്സിലായോ? നെക്സ്റ്റ്, ഷീ ഈസ് പുള്ളിങ് യുവർ ലെഗ് ഓൺ യുവർ ക്ലോത്ത്സ്. നിങ്ങളുടെ ക്ലോത്തിൻ്റെ പേരിൽ അവൾ നിങ്ങളെ കളിയാക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ഷീ ഈസ് പുള്ളിങ് യുവർ ലെഗ് ഓൺ യുവർ ക്ലോത്ത്സ്. സിമ്പിൾ അല്ലേ? ഇനി 4ാമത്തെ, ഗോ ദ എക്സ്ട്രാ മൈൽ. ഇതിനകത്ത് എന്താ? നമ്മൾ കുറച്ച് എക്സ്ട്രാ മൈൽ, കുറച്ച് ദൂരം കൂടുതൽ പോകണം. അതിനർത്ഥം എന്താ? കുറച്ച് ദൂരം കൂടുതൽ പോകണം. എന്തിനാ? നോക്കൂ, മേക്ക് എ സ്പെഷ്യൽ എഫേർട്ട് ടു അച്ചീവ് സംതിങ്. നമ്മൾ എക്സ്ട്രാ മൈൽ പോകണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കുറച്ച് കൂടുതൽ ദൂരം പോകണം. അപ്പം നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ഗോ ടു എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം. മൈൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ദൂരം സഞ്ചരിക്കേണ്ടത്. കിലോമീറ്റർ എന്ന് പറയും, മൈൽ എന്നും പറയും, അല്ലേ? അപ്പം എക്സ്ട്രാ മൈൽ, കുറച്ച് കൂടുതൽ ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടത്. അപ്പം മേക്ക് എ സ്പെഷ്യൽ എഫേർട്ട് ടു അച്ചീവ് സംതിങ്. ക്ലിയർ ആണോ? നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടണം. എക്സ്ട്രാ എഫേർട്ട് ഇട്ടാലേ നമുക്ക് മറ്റുള്ളവരെ കാട്ടി മുന്നിലൊന്ന് നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ലേ? ഇപ്പം അച്ചീവ് ചെയ്യുന്നവരെല്ലാം എക്സ്ട്രാ എഫേർട്ട് എടുത്തില്ലേ? അപ്പോൾ എക്സ്ട്രാ മൈലെന്ന് ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞാൽ മേക്ക് എ സ്പെഷ്യൽ എഫേർട്ടാണ് ടു അച്ചീവ് സംതിങ്. ക്ലിയർ ആണോ? എക്സാമ്പിൾസ് നോക്കൂ. ഐ ഹാവ് ടു ഗോ ടു ദ എക്സ്ട്രാ മൈൽ ടു ഫുൾഫിൽ മൈ ഡ്രീംസ്. ഐ ഹാവ് ടു ഗോ ദ എക്സ്ട്രാ മൈൽ. ഞാൻ സ്പെഷ്യൽ എഫേർട്ട് എടുക്കേണ്ടി വരും എനിക്ക് എൻ്റെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ. ക്ലിയർ ആണല്ലോ? ഇനി ഷീ റിയലി വെൻറ്റ് ദ എക്സ്ട്രാ മൈൽ. ഇവിടെ നോക്കൂ, ഈ ഗോ നമുക്ക് വെർബാണെങ്കിൽ നമുക്ക് അതിനെ പാസ്റ്റ് ടെൻസിലോട്ടോ ഫ്യൂച്ചറിലോട്ടോ ഒക്കെ മാറ്റാൻ പറ്റും. ഷീ റിയലി വിൽ ഗോ എന്ന് പറയാം, വെൻറ്റ് എന്ന് പറയാം, അതൊക്കെ അതനുസരിച്ച് പറയാം. അപ്പം ഇതിനർത്ഥമൊന്നും മാറ്റാൻ പറ്റത്തില്ല. അത് നമ്മൾ സൂക്ഷിച്ചോണം. ബാക്കി ഇഷ്യൂസ് ഒന്നുമില്ല. ഷീ റിയലി വെൻറ്റ് ദ എക്സ്ട്രാ മൈൽ ഓൺ ദാറ്റ് പ്രോജക്റ്റ് ടു ഗെറ്റ് എ പേ ഹൈക്ക്. ഒരു പേ ഹൈക്ക് കിട്ടുന്നതിന് വേണ്ടി അവൾ ആ പ്രോജക്റ്റിൽ അവളൊരു എക്സ്ട്രാ എഫർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ത്രൂ തിക്ക് ആൻഡ് തിൻ. നോക്കൂ, തിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കട്ടിയുള്ള. തിൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ, അല്ലേ? ത്രൂ തിക്ക് ആൻഡ് തിൻ. പക്ഷേ ഇവിടെ അർത്ഥം വരുമ്പോൾ എന്ത് വരും? ടു സപ്പോർട്ട് സമ്മൺ ഇൻ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ്. തിക്ക് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള, തിൻ എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ. അപ്പം നമ്മൾ ഗുഡ് ടൈമും ബാഡ് ടൈമും, നല്ല കാലം വരുമ്പോഴും ചീത്ത കാലം വരുമ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതായത് ഏത് സന്ദർഭം വന്നാലും നമ്മളവരെ സഹായിക്കുമെന്നുള്ള അർത്ഥമാണ്. ക്ലിയർ ആണല്ലോ? മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹാസ് സപ്പോർട്ടഡ് മീ ത്രൂ തിക്ക് ആൻഡ് തിൻ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ നല്ല കാലത്തും ചീത്ത കാലത്തും സഹായിച്ചു. ഗുഡ് ടൈംസ് ഓർ ബാഡ് ടൈംസ്. ക്ലിയർ ആണല്ലോ? ഇനി ഇഫ് യു റിയലി ലവ് ഹിം ഓർ ഹർ യു വിൽ സ്റ്റേ വിത്ത് ഹിം ത്രൂ തിക്ക് ആൻഡ് തിൻ. ഇപ്പം നിങ്ങൾ അവളെ ശരിക്കും സ്നേഹിക്കുകയാണെങ്കിൽ, ഇഫ് യു റിയലി ലവ് ഹർ ഓർ ഹിം യു വിൽ സ്റ്റേ വിത്ത് ഹിം ഓർ ഹെർ ആണ് അവിടെ, വിത്ത് ഹിം ഓർ ഹെർ ത്രൂ തിക്ക് ആൻഡ് തിൻ. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ അവളെ ശരിക്കും സ്നേഹിക്കുകയാണെങ്കിൽ യു വിൽ സ്റ്റേ വിത്ത് ഹിം ത്രൂ തിക്ക് ആൻഡ് തിൻ. അവളോടാണെങ്കിലും അവനോടാണെങ്കിലും നമ്മൾ നല്ല കാലത്തും ചീത്തക്കാലത്തും നിലകൊള്ളും. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കൂ, ഇവിടെ ഇഫ് ക്ലോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇവിടെ നോക്കൂ, സിമ്പിൾ പ്രസൻറ്റ് വന്നപ്പോൾ നമ്മൾ എന്താ ഇട്ടെ? സിമ്പിൾ ഫ്യൂച്ചർ. ഇത് മറക്കരുത്, ഇതും കൂടെ ഓർത്ത് വെക്കണം. ഇത് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? ഇതല്ല ഇഫ് ക്ലോസ്. അത് വേണമെങ്കിൽ ഒന്ന് കൺട്രോൾ അറിയാത്തവർ അറിയാമെങ്കിൽ കാണണ്ട. ക്ലിയർ ആണല്ലോ? ഇനി വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്, ഒരു നുള്ളുപ്പ് കൊണ്ടല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താ? ഡു നോട്ട് ബിലീവ് കംപ്ലീറ്റ്ലി. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു കാര്യം വിശ്വസിക്കരുത്, കുറച്ച് ഒരു ഡൗട്ട് വയ്ക്കണം. അതിനെയാണ് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട് എന്ന് പറഞ്ഞാൽ. കുറച്ചൊരു ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നുള്ളുപ്പ് അല്ലേ. അതിനർത്ഥം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു കാര്യം വിശ്വസിക്കത്തില്ല. ക്ലിയർ ആണോ? യു ഷുഡ് ടേക്ക് ഹർ അഡ്വൈസ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ബിക്കോസ് ഷീ ഈസ് നോട്ട് വെരി എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് ഫീൽഡ്. ഈ ഫീൽഡ് അവൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവളുടെ അഡ്വൈസ് നിങ്ങൾ ഫുള്ളായിട്ട് വിശ്വസിക്കരുത്, അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട്ഫുള്ളായിട്ട് കാണാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി ഐ ഓൾവേസ് ടേക്ക് ദ കണ്ടൻറ്റ്സ് ഓഫ് ദിസ് വെബ്സൈറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ബിക്കോസ് ദേ ആർ ഓഫൺ ബയസ്ഡ് ഓർ ഫേക്ക്. ഞാൻ എപ്പോഴും ഈ വെബ്സൈറ്റിലെ കണ്ടൻറ്റ് കുറച്ച് ഡൗട്ട്ഫുള്ളായിട്ട് നോക്കാറുള്ളൂ. എന്തെന്നാൽ ഈ വെബ്സൈറ്റ് ബയസ്ഡ് അല്ലെങ്കിൽ ചില സമയത്ത് ഫേക്കാണ്. ക്ലിയർ ആണല്ലോ? ഇനി 7ാമത്തെ, കം റെയിൻ ഓർ ഷൈൻ. കം റെയിൻ ഓർ ഷൈൻ. ഇവിടെ നോക്കൂ, റെയിൻ ആണെങ്കിലും ഷൈൻ ആണ്. റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? മഴ. ഷൈൻ ആണെങ്കിൽ വെയിൽ അല്ലേ, സൺഷൈൻ. അപ്പം കം റെയിൻ ഓർ ഷൈൻ, റെയിൻ അല്ലെങ്കിൽ ഷൈൻ, മഴയായാലും വെയിലായാലും
എന്ത് തന്നെ ആയാലും എന്നൊരർത്ഥമാണ് ഇവിടെ വരുന്നത്. എന്ത് തന്നെ ആയാലും, നോ മാറ്റർ വാട്ട് ദ സർക്കംസ്റ്റാൻസസ് മേ ബി, എന്ത് സർക്കംസ്റ്റാൻസസ് എന്ത് തന്നെ ആയാലും എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഇത് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? അതായത് എന്ത് തന്നെ വന്നാലും, മഴ വന്നാലും വെയിൽ വന്നാലും, അതായത് എന്ത് വന്നാലും, മഴയാണോ വെയിൽ, മഴ അല്ലെങ്കിൽ വെയിലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടിലേതെങ്കിലും എന്ത് വന്നാലും എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മൈ ബ്രദർ ഈസ് ആൻ ഏർലി റൈസർ കം റെയിൻ ഓർ ഷൈൻ. മൈ ബ്രദർ ഈസ് ആൻ ഏർലി റൈസർ. എന്ത് തന്നെ വന്നാലും എൻ്റെ ബ്രദർ രാവിലെ എഴുന്നേക്കും. ക്ലിയർ ആണല്ലോ? എന്ത് തന്നെ വന്നാലും എൻ്റെ ബ്രദർ രാവിലെ എണീറ്റിരിക്കും. The governor promised her that come rain or shine, he would help her. The governor promised her that come rain or shine, he would help her. എന്ത് തന്നെ വന്നാലും അവളെ സഹായിക്കാമെന്ന് ഗവർണർ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെ വന്നാലും അവളെ സഹായിക്കാമെന്ന് ഗവർണർ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി സിറ്റ് ഓൺ ദ ഫെൻസ്. സിറ്റ് ഓൺ ദ ഫെൻസ്, നമ്മൾ മതിലിൻ്റെ പുറത്ത് കയറിയിരിക്കുക എന്ന് പറയാം. മതിലിൻ്റെ പുറത്ത് കയറിയിരുന്നാൽ അതിനർത്ഥം എന്താ? നമുക്ക് അങ്ങോട്ടും ചാടാം ഇങ്ങോട്ടും ചാടാം, അല്ലേ? അങ്ങോട്ടും ചാടാം ഇങ്ങോട്ടും ചാടാം. നമ്മൾ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ചോയ്സ് നമുക്ക് എടുക്കാതിരിക്കുക. നമ്മൾ അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണമെന്ന് നമ്മൾ തീരുമാനിക്കില്ല. കയ്യാലപ്പുറത്തെ തേങ്ങാന്നൊക്കെ കേട്ടിട്ടില്ല? അത് തന്നെയാണ്. അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. ഒരു ഡിസിഷൻ എടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നതിനാണ് നമ്മൾ സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യു കാൺട്ട് സിറ്റ് ഓൺ ദ ഫെൻസ് എനി ലോങ്ങർ, യു ഹാവ് ടു ഡിസൈഡ് വാട്ട് ടു ഡു. യു കാൺട്ട് സിറ്റ് ഓൺ ദ ഫെൻസ് എനി ലോങ്ങർ. ഇനിയും നിനക്ക് ഒരു ഡിസിഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. യു ഹാവ് ടു ഡിസൈഡ് വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. നമുക്ക് എല്ലായ്പ്പോഴും കയ്യാലത്തെ തേങ്ങ പോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊരു ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി he is not afraid of making decisions and is a man who never sits on the fence. അദ്ദേഹം ഈ ഡിസിഷൻ എടുക്കുന്നതിൽ ഒരു പേടിയും കാണിക്കത്തില്ല. അയാൾ ഒരു ഡിസിഷൻ എടുക്കാനും താമസിക്കത്തില്ല, ഡിസിഷൻ എടുക്കാതിരിക്കത്തില്ല. എപ്പോഴും ഡിസിഷൻ എടുക്കാൻ അയാൾ തയ്യാറാണ്. ക്ലിയർ ആണല്ലോ? നമ്മളും അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? തെറ്റാണേലും ശരിയാണ്, നമ്മളൊന്ന് ശരിക്കും ആലോചിച്ചിട്ട് 2-3 തൊട്ട് ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എന്തായാലും എടുത്തേ പറ്റുള്ളൂ. ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട്. ചിലപ്പോൾ തെറ്റ് വരാം, പിന്നെ അതിനെ കറക്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി ബീറ്റ് അറൗണ്ട് ദ ബുഷ്. നോക്കൂ, ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ബുഷിന് ചുറ്റും അടിക്കുക. അതിനർത്ഥം എന്താ? അവോയ്ഡ് ആൻസറിങ് എ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ മടിക്കുക. ക്ലിയർ ആണോ? നമ്മളിപ്പം എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ ചുറ്റി വളച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മാറി തിരിഞ്ഞും വേറെ രീതിക്ക് പോകത്തില്ലേ? അതിനെയാണ് നമ്മൾ ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കൂ. ഹീ സ്റ്റാർട്ടഡ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ആൻഡ് റെഫ്യൂസ് ടു ഗിവ് മീ എ ഡയറക്റ്റ് ആൻസർ. ഹീ സ്റ്റാർട്ടഡ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. അവൻ പലതും പറയാൻ തുടങ്ങി, പക്ഷേ എൻ്റെ ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആൻസർ തരാൻ അവൻ മടി കാണിക്കുന്നു. ക്ലിയർ ആണല്ലോ? സ്റ്റോപ്പ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ആൻഡ് ടെൽ മീ വാട്ട് യു റിയലി വാണ്ട്. നീ ഇങ്ങനെ ചുറ്റി വളച്ചൊന്നും പറയണ്ട, എന്താ നിനക്ക് വേണ്ടതെന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞോളൂ എന്നാണ് ഇവിടെ പറയുന്നത്. സ്റ്റോപ്പ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ആൻഡ് ടെൽ മീ വാട്ട് യു റിയലി വാണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി 10ാമത്തെ, മിസ് ദ ബോട്ട്. മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ ബോട്ട് മിസ്സായി. അതിനർത്ഥം എന്താ? മിസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായാൽ നമുക്കതിനെ മിസ് ദ ബോട്ട് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? എക്സാമ്പിൾസ് നോക്കൂ. മിസ് ദ ബോട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടമായെന്നാണ് അർത്ഥം. ഹി മിസ് ദ ബോട്ട് ബിക്കോസ് ഹി കുഡ് നോട്ട് അപ്ലൈ ഫോർ ദ ജോബ് ഇൻ ടൈം. സമയത്തിന് അവന് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവന് ജോലി കിട്ടിയില്ല. അവൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നശിപ്പിച്ചു എന്നാണ് അതിനർത്ഥം. ക്ലിയർ ആണോ? ഇനി ഇഫ് യു ഡു നോട്ട് ആക്ട് പ്രോംപ്റ്റ്ലി യു വിൽ മിസ് ദ ബോട്ട്. നിങ്ങൾ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, മിസ് ചെയ്യും എന്നാണ് അർത്ഥം. ഇഫ് യു ഡു നോട്ട് ആക്ട് പ്രോംപ്റ്റ്ലി യു വിൽ മിസ് ദ ബോട്ട്. ക്ലിയർ ആയോ? ഇതാണ് 10 ഇഡിയംസ്. നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇഡിയംസ് ആണ്. നിങ്ങളൊന്ന് നോക്കൂ, പഠിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി പഠിപ്പിക്കണമെങ്കിൽ കമൻറ്റിലിട്ടാൽ നമുക്കൊന്ന് ശ്രമിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരിക്കും. താങ്ക് യു വെരി മച്ച്.